Banana name. Chiri Sijo, Chiri Vlog, and fitness workout. Script director name. Sijoy Joy. Script subject. പച്ചപ്പടവും പിന്നെ വെളിച്ചെണ്ണയും. സീൻ 1. പച്ചപ്പടച്ചേട്ടൻ വെളിച്ചെണ്ണ ചേട്ടനെ കണ്ട് സന്തോഷത്തോടെ കണ്ടുപറയുന്നു. പച്ചപ്പടച്ചേട്ടൻ, എന്തോ വെളിച്ചെണ്ണ ചേട്ടോ, ജോലിയൊന്നുമില്ലേ? പുഞ്ചിരിയോടെ വെളിച്ചെണ്ണ ചേട്ടൻ, ഞാൻ ജോലിയൊന്നും ചെയ്യാണ്ട് നിൽക്കല്ല പച്ചപ്പടച്ചേട്ടാ, എനിക്ക് ജോലിയുണ്ട്. പച്ചപ്പടച്ചേട്ടൻ, നിനക്ക് എന്തോന്ന് പണി ഇവിടെ? വെളിച്ചെണ്ണച്ചേട്ടൻ, ആഹാ, എനിക്ക് എന്തോന്ന് പണിയെന്നോ? എന്നെ കൊണ്ട് എന്താ ഉപഹാരം എന്ന് താൻ അറിഞ്ഞാണ്ടല്ലോ. തന്റെ കണ്ണ് തള്ളി പോവും. പച്ചപ്പടച്ചേട്ടൻ, നീ വല്ലാണ്ട് ഷോ എടുക്കുന്നല്ലോ. നീ ഇത്ര വിശേഷിപ്പിക്കാൻ എന്താണ് നീ ചെയ്യുന്നത്? വെളിച്ചെണ്ണച്ചേട്ടൻ, എന്നെ കൊണ്ട് ഉപഹാരങ്ങളുണ്ട്. ഞാനാണ് വെളിച്ചെണ്ണ. എന്നെ പലര് എന്നെ എടുത്ത് പല പല പലഹാരം ഉണ്ടാക്കാനും രുചികരമായ നല്ല ആഹാരങ്ങളൊക്കെ വെച്ചുണ്ടാക്കാൻ എന്നെ ഉപയോഗിക്കാറുണ്ട്. എന്നെയാണ് ഓരോ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്നെ ആദ്യം ഒഴിച്ചതിന് മാത്രമേ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിക്കൂ. പച്ചപ്പടച്ചേട്ടൻ, അതൊക്കെയാണ് നിന്റെ ജീവിതം അല്ലേ? നിന്നെ കൊണ്ട് നല്ല രുചികരമായ ഭക്ഷണ സാധനങ്ങളൊക്കെ നിനക്ക് ഉണ്ടാക്കാൻ നിന്നെ കൊണ്ട് കഴിയും. പക്ഷേ ഞാൻ നിന്നെ പോലെ അല്ലെങ്കിലും രുചികൂട്ടങ്ങളുടെ ഇടയിൽ ഞാൻ കേമനാണ്. വെളിച്ചെണ്ണച്ചേട്ടൻ, അത് എന്താ? പച്ചപ്പടച്ചേട്ടൻ, ഞാനാണ് പച്ചപ്പടം. കുറച്ച് ചോറും വെന്ത പച്ചക്കറികളുടെ ഇടയിൽ എന്നെ വെച്ച് തിരുമി 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 അങ്ങോട്ട് വാലിട്ടാലേ, ചോറിന്റെ ഇടയിലും വെച്ച് പച്ചക്കറികളുടെ ഇടയിൽ തിരുമി 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 വെച്ച് പപ്പടം അത് വായിലിട്ട് കഴിക്കുമ്പോ കിട്ടുന്ന സ്വാദ് ഒരു വേറെ ലെവലാണ്. ഒരു നല്ല സ്വാദ് കിട്ടും. വെളിച്ചെണ്ണച്ചേട്ടൻ, എടാ മോനെ ദിനേശോ, എന്നെ വെച്ചല്ലേ നിന്നെ വറുത്തെടുക്കുന്നത്. പച്ചപ്പടച്ചേട്ടൻ, അത് മോനെ എങ്ങനെ മനസ്സിലായി? വെളിച്ചെണ്ണച്ചേട്ടൻ, എന്നെ ഉപയോഗിക്കാതെ നിന്നെ എങ്ങനെയാണ് വറുത്തെടുക്കുന്നത്? എടാ മോനെ, നീ എന്നേക്കാ ഹീറോ അല്ലേ ഹീറോ? പച്ചപ്പടച്ചേട്ടൻ, ആണോ? നിന്നെ ഉപയോഗിച്ച് മാത്രമല്ല ഓയിൽ ഉപയോഗിക്കാറുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ, ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായാലേ എന്നെ വറുത്തെടുക്കാൻ പറ്റൂ. സത്യത്തിൽ എന്നെക്കാ ഹീറോയാക്കാൻ
നീ തന്നെയാണ് നീ തന്നെയാണ് എന്നേക്കാൾ ഹീറോ വെളിച്ചെണ്ണ. ഇത്രയും നേരം ഞാൻ സ്വന്തമായി എഴുതി തയ്യാറാക്കിയ കോമഡി സ്ക്രിപ്റ്റ് അതായിരുന്നു ഇത്ര നേരം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരുന്നത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഞാൻ നല്ലോണം പഠിച്ച് ഞാൻ അഭിനയിക്കുന്നുണ്ട് ഓരോ റോളില്. അപ്പോൾ അത് നല്ലോണം പഠിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ അഭിനയിച്ച് സ്റ്റഡി ചെയ്യുന്നുള്ളൂ. അപ്പം നല്ലോണം ഞാൻ സ്റ്റഡി ചെയ്ത് എന്ന് പറഞ്ഞാൽ നല്ലോണം ആക്ടിംഗ് ഒക്കെ നല്ല രീതിയിൽ ആലോചിച്ച് സ്റ്റഡി ചെയ്ത് ഞാൻ വ്ളോഗ് ചെയ്യും. എന്നിട്ട് അന്നന്ന് വ്ളോഗ് ചെയ്ത സംഭവം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നല്ലോണം ഈ സ്ക്രിപ്റ്റും അതുപോലെ ആക്ടിങ്ങും ആയിട്ടുള്ള സംഭവം ഞാൻ നല്ലോണം പഠിച്ച് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞ് അത് നല്ലോണം വ്ളോഗ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഞാൻ അതാത് ദിവസം ചെയ്ത ഓരോരോ സ്ക്രിപ്റ്റ് അതാത് ദിവസം ചെയ്ത ഓരോരോ സംഭവങ്ങൾ ഞാൻ വ്ളോഗാക്കി ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു. അപ്പം ഇത് ഞാൻ പഠിച്ച് ഞാൻ അടുത്തത് ആക്ടിങ് എന്ന ഇതിലേക്ക് കടക്കാണ്. അപ്പോൾ ഓരോരോ സബ്ജക്റ്റ് ആയിട്ടുള്ള സംഭവം ഞാൻ എഴുതി അത് പഠിച്ച് ഞാൻ ഏതൊക്കെ റോള് ഏതൊക്കെ തരത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചിച്ച് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ സ്ക്രിപ്റ്റിൻ്റെ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്റ്റഡി മറ്റു കാര്യങ്ങളൊക്കെ നല്ലോണം കുത്തിയിരുന്ന് ആലോചിച്ച് ഞാൻ എന്ത് ചെയ്യും, മൊത്തത്തിൽ നല്ല രീതിയിൽ പഠിച്ച് അതെല്ലാം മനസ്സിലാക്കി എല്ലാം സേവ് ചെയ്ത് ഞാൻ വ്ളോഗ് എന്ന ഇതിലാക്കിയിട്ട് ഞാൻ അതാത് ദിവസം ചെയ്ത ഓരോ സംഭവം ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ഈ ഷോർട്ട് ഫിലിം പോലുള്ള കാര്യങ്ങൾ നല്ലോണം റിക്കവർ ചെയ്ത് റെഡിയായി ഒക്കെ എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഈ ഷോർട്ട് ഫിലിമായിട്ടുള്ള സംഭവം ഞാൻ നല്ലോണം പഠിക്കും, നല്ലോണം സ്റ്റഡി ചെയ്യും, നല്ലോണം മൊത്തത്തിൽ സ്റ്റഡി ചെയ്തിട്ട് ഞാൻ അതാത് ദിവസം എൻ്റെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ ആക്ടിങ് മറ്റ് കാര്യങ്ങൾ ഒക്കെ കിടക്കാനുണ്ട്. ആക്ടിങ് മറ്റ് കാര്യങ്ങളൊക്കെ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കാരണം അത്രയും മനോഹരമായി ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഇത്രയും വളരെ കഷ്ടപ്പെട്ട് എഴുതിയ എൻ്റെ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ഇരുന്നതിന് ഞാൻ നന്ദി പറയാണ്. അപ്പോൾ ഗെയ്സ്, നമുക്കിനി യു ഗോ ഐ ഗോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത സമയത്ത് വരാം. അതുവരെയ്ക്കും എൻ്റെ ഇത്രയും നേരം എൻ്റെ ഈ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ ക്ഷമയോട് കൂടെ ഇരുന്നതിന് എൻ്റെ ക്ഷമയോട് ഇരുന്ന് കണ്ടതിനും ഇരുന്ന് കേട്ടതിനും എൻ്റെ എല്ലാ സഹോദരന്മാർക്കും എൻ്റെ എല്ലാ സഹോദരിമാർക്കും എൻ്റെ ടാറ്റാ ബൈ ബൈ, സി യു.